ഇന്നലെ രാഹുലിന് എന്ത് സംഭവിച്ചു? രാഹുൽ ഇന്നലെ മണ്ഡലത്തിൽ പ്രവേശിക്കും എന്നായിരുന്നല്ലോ പറഞ്ഞത്. ഇന്നലെ എന്ത് സംഭവിച്ചു? ആ ചോദ്യമാവും നിങ്ങൾക്കേവർക്കും എന്നോട് ചോദിക്കുവാൻ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ എന്ത് സംഭവിച്ചു? BJP-ക്കാരോ DYFI-ക്കാരോ SFI-ക്കാരോ തടയുമെന്ന് പേടിച്ചാണോ രാഹുൽ ഇന്നലെ മണ്ഡലത്തിൽ വരാഞ്ഞത്? മറ്റേതെങ്കിലും ഘടകങ്ങളെ അദ്ദേഹം പേടിക്കുന്നു? അതോ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇദ്ദേഹം ഭയപ്പെടുന്നുണ്ടോ? അതുമല്ലെങ്കിൽ കേക്കച്ചൻ എന്തെങ്കിലും തരികടകൾ ഇന്നലെ പ്രവർത്തിച്ചോ? അതുകൊണ്ടാണോ ഇദ്ദേഹം വരാത്തത്? ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഏവർക്കും അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകി നമ്മൾ ആ വിശദീകരണം നൽകിയതിനു ശേഷം മാത്രമേ നമ്മുടെ മറ്റുള്ള ചർച്ചകൾ നമ്മൾ തുടരുന്നുള്ളൂ. രാഹുലിന് ഇന്നലെ എന്ത് സംഭവിച്ചു? രാഹുലിന് ഇന്നലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ 15-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ രാഹുലിനെ യാതൊരു കാരണവശാലും നിയമസഭയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് കേക്കച്ചനടക്കമുള്ളവർ വാശി പിടിച്ചു നിന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള രാഹുലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ നിയമസഭയിൽ എത്തണം എന്ന്. അതനുസരിച്ച് രാഹുൽ നിയമസഭയിലെത്തി. നിയമസഭയിൽ അദ്ദേഹം പ്രവേശിച്ചു. അതിനുശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ പോയി. മറ്റൊന്നും കൊണ്ടല്ല, രാഹുൽ ഇരുന്നുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചാലും, എന്ത് അനിഷ്ടങ്ങൾ സംഭവിച്ചാലും അതെല്ലാം രാഹുലിന്റെ മണ്ടയിൽ ചാർത്തും എന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഗ്രേസ്ഫുള്ളി അവിടെ നിന്ന് മാറി. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ശനിയാഴ്ച, അതായത് ഇന്നലെ, രാഹുൽ മണ്ഡലത്തിൽ പ്രവേശിക്കും, തുടർന്ന് മണ്ഡലത്തിൽ സജീവമാകും എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാടുകാർ ആ നാളുകൾ എണ്ണിയിരിക്കുകയായിരുന്നു. രാഹുലിനെ പാലക്കാട്ട് പ്രവേശിപ്പിക്കാതിരിക്കുവാൻ നിയമസഭയിൽ പ്രവേശിച്ചു. അത് കേക്കച്ചനും സംഘത്തിനും വളരെയേറെ നാണക്കേടുണ്ടാക്കി. യാതൊരു വിലയുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. എന്തു വില കൊടുത്തും രാഹുലിനെ പാലക്കാട്ട് പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും അപവാദ പ്രചരണങ്ങൾ നടത്തി. ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ വഴി ഇദ്ദേഹത്തെ അപമാനിക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഈ വിഷയത്തെ വീണ്ടും വഷളാക്കി ലൈവാക്കുവാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ഈ അന്തർധാരയുള്ള മറ്റ് പ്രസ്ഥാനങ്ങളുമായി ചേർന്ന്, പ്രത്യേകിച്ച് BJP-യുമായി ചേർന്ന് വന്നാൽ തടയും എന്നൊക്കെ തരത്തിലുള്ള വമ്പൻ പ്രൊപ്പഗണ്ടകൾ നടത്തി. ഇതിന്റെ എല്ലാം ഉദ്ദേശം രാഹുലിനെ ഭയപ്പെടുത്തി ഇതിൽ നിന്നും പിന്മാറ്റുക എന്നതായിരുന്നു. എന്നാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും പാലക്കാട്ട് പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് കരുതി സകല തീരുമാനങ്ങളും എടുത്ത് പാലക്കാട്ട് ശനിയാഴ്ച വരുവാൻ അദ്ദേഹം തയ്യാറായി ഇരുന്നതാണ്. പ്രേക്ഷകരേവരും ശ്രദ്ധിച്ചു കാണും. ITV ന്യൂസ് അടക്കം ആ വാർത്ത നൽകിയിരുന്നു. പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അദ്ദേഹം ഒരു പ്രസ്താവന വെള്ളിയാഴ്ച നടത്തിയിരുന്നു. അത് രാഹുലിനെ സ്നേഹിക്കുന്ന ഏവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന വാക്കുകളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാഹുലിനെ പാർട്ടി വരണ്ട എന്ന് പറയില്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏത് സമയവും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രവേശിക്കാം, അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിക്കാം. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരരുതെന്ന് പറയില്ല, തടയില്ല. അതുപോലെ അദ്ദേഹത്തെ ആരെങ്കിലും തടയുവാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരെന്നല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ബാക്കിയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലെയും ആളുകൾ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കും. അതിൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ പോലും പങ്കെടുത്തേക്കാം. അതുപോലെ രാഹുലിനെ കാണുവാൻ പാലക്കാട് നിന്നും പോയത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല, മണ്ഡലത്തിലെ MLA കാണുവാൻ, ആ മണ്ഡലത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്കാണ് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായ, പാർട്ടിയെ ധിക്കരിക്കാത്ത, എന്നാൽ വളരെ കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് തോന്നുന്നു രാഹുലിനുൾപ്പെടെ വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു വാക്കുകളായിരുന്നു അത്. ചില കോൺഗ്രസ് പ്രവർത്തകരും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞിരുന്നു, രാഹുൽ വരികയാണെങ്കിൽ
രാഹുലിന് വേണ്ടുന്ന സംരക്ഷണം ഞങ്ങൾ ഒരുക്കും, രാഹുലിനെ ആക്രമിക്കുവാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന തരത്തിൽ അവർ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു വലിയ ഗുരുതരമായ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവേശനത്തിന്റെ തലേദിവസം ഉണ്ടായ അത്രയും പ്രഷറോ ആശങ്കകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാഹുൽ അവിടെ പോവുകയായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അവിടെ പ്രതിഷേധമുണ്ടാക്കുക, ബഹളം വെക്കുക എന്നതൊക്കെ മറ്റുള്ളവരുടെ അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അവരത് ചെയ്യും, അവരെ ആർക്കും തടയുവാനും സാധിക്കില്ല. അതൊരു വശത്ത് നടക്കും. രാഹുലിന് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. ഒരു സാമാജികനാണ്, MLA ആണ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLAക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ ആരുടെയും അനുമതിയോ ആശീർവാദമോ ഒന്നും വേണ്ട. ആരെങ്കിലും തടഞ്ഞാൽ, അതിനെ എതിർത്താൽ അതിന് സംരക്ഷണം ഒരുക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും ചുമതലയാണ്. അവർ നിർവഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു പേടിയുടെ പ്രസക്തി നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ഒരു വെല്ലുവിളിയുടെയോ ധിക്കാരത്തിൻ്റെയോ ഭാവമാണെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും നെഞ്ചു വിരിച്ചു നിന്ന് രാഹുൽ നേരിടും. എന്നാൽ ഷുഗർ കോട്ടിങ്ങോടുകൂടി അദ്ദേഹത്തെ സ്നേഹത്തിൽ വീഴ്ത്തുകയായിരുന്നു ഇന്നലെ ചെയ്തത്. അദ്ദേഹത്തെ വളരെ തന്ത്രപരമായി ഇമോഷണലി ഇവന്മാർ ഹാൻഡിൽ ചെയ്തു. ഇതിൻ്റെ പിന്നിൽ ഈ കേക്കച്ചനും സംഘവുമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, വെള്ളിയാഴ്ച VK ശ്രീകണ്ഠൻ MP വന്ന് ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തി. അതുകൊണ്ട് തന്നെ അതൊരു സന്ദേശമായിരുന്നു, ഒരു വലിയ ഒരു മഞ്ഞുരുകലിൻ്റെ ഒരു സന്ദേശമായിരുന്നു. ഈ VK ശ്രീകണ്ഠൻ MP രാഹുലുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പാലക്കാട് രാഹുലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കേക്കച്ചന്റെ സ്വഭാവമുള്ള നേതാക്കന്മാരാണെങ്കിൽ എന്ത് വില കൊടുത്തും കൂടെ നിന്ന് പണിയുകയും പാരപണിയുകയും ചെയ്യും. എന്നാൽ ഈ VK ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ ഷാഫിയും രാഹുലും തോളോട് തോൾ ചേർന്ന് അവർ ഒരുമയോടെ നേടിയ വിജയമാണ് പാലക്കാട്ട് കണ്ടത്. അത് ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ, രാഹുലിന്റെയോ ഷാഫിയുടെയോ VK ശ്രീകണ്ഠന്റെയോ ഓർ X or Yയുടെയോ വിജയമല്ല, ഒരു ഒരുമയുടെ വിജയമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത്. അന്നേരം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നമുക്കൊരു ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അണികളെ കൂടെ നിർത്തുന്ന, അണികളോടൊപ്പം നിൽക്കുന്ന, എന്നാൽ തൻ്റെ ഇടത്തോടെ പ്രതികരിക്കേണ്ടിടുന്നത് തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുകയും സൗമ്യതയോടെ സംസാരിക്കേണ്ടുന്ന സ്ഥലത്ത് സൗമ്യതയോടെ മനഃചിത്തതയോടെ സംസാരിക്കുവാൻ പ്രാപ്തിയുള്ളൊരു നേതാവാണ് VK ശ്രീകണ്ഠൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ബലഹീനതയാണോ അതോ അത് പാർട്ടിയുടെ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ഒന്നും അതിനെ നമുക്ക് അനലൈസ് ചെയ്യുവാൻ അത് ദിവസങ്ങൾ എടുത്തേ നമുക്ക് അതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്തുവാൻ പറ്റത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, അദ്ദേഹം സ്നേഹപുരസ്കരം രാഹുലിനോട് അഭ്യർത്ഥിച്ചു എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. രാഹുലെ, പാലക്കാട് നിന്നെ ആരും തടയില്ല. ഒരു ആവശ്യം വന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ നിന്നെ സംരക്ഷിക്കുവാനുണ്ടാകും. അതെന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും നിന്റെ പുറത്ത് നിന്നിൽ ഒരു പോറല് പോലും ഏൽക്കാതെ ഞങ്ങൾ സംരക്ഷിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ, നീ പാലക്കാട്ടേക്ക് വന്നാൽ അതിനൊരു വെല്ലുവിളിയുടെ, ഒരു പ്രതികാരത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു ധിക്കാരിയുടെ ഒരു പരിവേഷമാവും നിനക്ക് ലഭിക്കുക. അത് നിനക്ക് ലോങ് ടേമിൽ ഗുണം ചെയ്യില്ല. നമുക്കറിയാം, പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ആ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുമ്പോൾ അതിനെ ധിക്കരിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് പ്രവേശിച്ചാൽ ഇപ്പോൾ നിയമസഭ നടക്കുകയാണ്. നിയമസഭയിൽ ഇത് ഇടതുപക്ഷം ആയുധമാക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുവാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാണം കെടുത്തുവാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ ഒരു കൂട്ടർ വ്യാഖ്യാനിക്കും, അദ്ദേഹത്തിന്റെ പരാജയമായിട്ട് ആഘോഷിക്കും. അന്നേരം ഇത് ഒരു പക്ഷത്തിന്റെ, VD സതീശന്റെയും പക്ഷത്തിന്റെയും ഒരു പരാജയമായിട്ട് ഇത് ആഘോഷിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അടക്കം ഇതെടുത്ത് ആഘോഷിക്കും. അതെങ്ങനെയൊക്കെ വന്നാലും പാർട്ടിക്ക് മൊത്തത്തിൽ ക്ഷീണം ചെയ്യും, പ്രതിപക്ഷ നേതാവിന് ക്ഷീണം ചെയ്യും. നിനക്ക് ഒരു താൽക്കാലിക വിജയം ലഭിക്കുന്നു എന്ന തോന്നലുണ്ടായാലും അത് ലോങ് ടേമിൽ ഒരു ശത്രുതാ മനോഭാവം ഈ നേതാക്കന്മാരിൽ ഉണ്ടാക്കും. അവസരം കിട്ടുമ്പോൾ അത് നിനക്ക് ബുദ്ധിമുട്ടായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സംഭവിച്ചു, 1-2 ദിവസം, അതല്ലെങ്കിൽ ഈ നിയമസഭ കഴിയുന്നതുവരെ ക്ഷമിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുവാൻ പോകുന്നില്ല.
ആ സമയം കൊണ്ട് ഏതാണ്ട് ഐസ് മെൽട്ടാകും, ഏതാണ്ട് കാര്യങ്ങൾക്ക് ശാന്തത വരും, വാശിയോടെ നിൽക്കുന്നവർ പലരും അയയും. അന്നേരം അതുകൊണ്ട് നമ്മൾ 4-5 ദിവസത്തേക്കൂടെ ഒന്ന് ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാം ഒന്ന് ശാന്തമാകുന്നത് വരെ, കലങ്ങി തെളിയുന്നത് വരെ നമ്മൾ ഒരു അല്പം സംയമനം പാലിച്ചാൽ അതെല്ലാവർക്കും, അത് പാർട്ടിക്കും ഇപ്രകാരം തീരുമാനമെടുത്ത നേതാക്കന്മാർക്കും വിശിഷ്യ രാഹുൽ മാങ്കൂട്ടത്തിനും അത് നല്ലതാണ് എന്ന തരത്തിലൊരു സംസാരമുണ്ടായി എന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ നിമിഷം വരെ രാഹുലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് ഇതിനുവേണ്ടി പടവെട്ടി ഈ പ്രസ്ഥാനത്തോടൊപ്പം വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ. അന്നേരം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പീഡനങ്ങൾ ഈ പാർട്ടിയിലെ 1-2 സ്വാർത്ഥമതികളായ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും ഇവരൊന്നുമല്ല അവസാന വാക്ക്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു ഭാവിയുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് രാഹുൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഇനിയും ബ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള, ഇതിനെ ഇനിയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള, അതല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിമത സ്വരം അദ്ദേഹത്തിൽ നിന്നും ഇതുവരെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാവാം ഇദ്ദേഹം പല പ്രതികരണങ്ങളും ഒഴിവാക്കി ആത്മസംയമനം പാലിച്ച്, നമ്മളെല്ലാം എന്തെങ്കിലും ഇദ്ദേഹം ശബ്ദിച്ചിരുന്നെങ്കിൽ എന്ന് പല ഘട്ടങ്ങളിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഇദ്ദേഹം ഇതുവരെ പ്രതികരിക്കുവാൻ തയ്യാറാകാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ചേഷ്ടകൾ കൊണ്ടോ പാർട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഫർദർ എന്ന് കരുതിയാവണം ഇദ്ദേഹം അപ്രകാരം ആത്മസംയമനം പാലിക്കുന്നതും പലതും തുറന്നു പറയാത്തതും. ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കുന്നു പാർട്ടി തൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കും, ഈ നേതാക്കന്മാർ അവർക്ക് പറ്റിയ പിഴവും തെറ്റും തിരിച്ചറിയുമെന്നും ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നും രാഹുൽ ഒരുപക്ഷെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്രകാരം മൗനം പാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹം ഈ പാർട്ടി നേതൃത്വത്തെ വെറുപ്പിച്ച് ഇപ്രകാരം ഒരു ശനിയാഴ്ച അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു യാത്ര പാലക്കാട്ടേക്ക് എത്തിയാൽ അത് കൂടുതൽ മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കും. സംസ്ഥാനത്തെ ഏറ്റവും മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് രാഹുലിൻ്റെ ആ പാലക്കാട് പ്രവേശമാകും. അതുകൊണ്ട് തന്നെ അത് വീണ്ടും വിവാദങ്ങളെ ആളിക്കത്തിക്കുകയോ ലൈവാക്കി നിർത്തും എന്ന് കരുതിയാണ് അദ്ദേഹം ഇന്നലെ പാലക്കാട്ടേക്ക് പ്രവേശിക്കാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടി നേതൃത്വത്തെ അനുസരിക്കുന്ന ഒരു 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 കോൺഗ്രസ് പ്രവർത്തകൻ പേഴ്സണലി ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. കാരണം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ നേതൃത്വത്തോട് ഇത്രയും മാന്യത കാണിക്കണോ, ഇത്രയും എന്നുള്ളത് ആസ് എ പേഴ്സൺ, ഇത് i2a ന്യൂസിന്റെ ഒരു ഒപ്പീനിയൻ അല്ല, ആസ് എ പേഴ്സൺ ഇപ്രകാരം ഒരു അവസ്ഥ എനിക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ എനിക്ക് ഇത്രയും ഒരു ആത്മസംയമനം പാലിക്കാനോ ഒന്നുമില്ല. ഇതിനെ പൊളിച്ചടക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു മനോഭാവമായിരിക്കും, ഇതിനെ വെല്ലുവിളിച്ച് ഇതിന് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ത്രെട്ടാകാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ആസ് എ പേഴ്സൺ എനിക്കുണ്ടാവുക. എന്നാൽ എന്നെ പോലെയുള്ള ഒരു ചിന്താഗതി അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിനെ സ്നേഹിക്കുന്നു, ഇതങ്ങൊക്കെ കലങ്ങിത്തെളിയുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും ശക്തമായി പാർട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാവാം, തൻ്റെ നേതൃത്വത്തിന് ഒരു നാണക്കേട് ഉണ്ടാകാതിരിക്കാനാവാം ആത്മസംയമനം പാലിച്ച് രാഹുൽ മിണ്ടാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ രാഹുൽ ചെയ്തത് ശരിയാണോ? ഈ നേതൃത്വത്തെ ധിക്കരിച്ച് അദ്ദേഹം ഇന്നലെ തന്നെ അവിടെ പ്രവേശിക്കണമായിരുന്നു. ഇതുകൊണ്ട് ലോങ് ടേമിൽ പാർട്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കും നേട്ടമാണോ കോട്ടമാണോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്നത് കാര്യമാണ്. എന്നാൽ i2a ന്യൂസിനെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ രാഹുലിൻ്റെ PR പണി ചെയ്യുന്ന ആളല്ല, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനോ പ്രൊമോട്ട് ചെയ്യുവാനോ ശ്രമിക്കുന്ന ആളുകളല്ല. ഈ വിഷയത്തിൽ i2a ന്യൂസ് കൂടുതൽ താല്പര്യമെടുത്ത് നിൽക്കുവാൻ കാരണം ഒരു നീതി നിഷേധമുണ്ടായി, അതല്ലെങ്കിൽ അതിൻ്റെതായ ഒരു അന്തസ്സോ ഒരു പ്രോട്ടോക്കോളോ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സോഫാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം i2a ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അറിയിച്ചവർക്കും തല ഉയർത്തി തന്നെ നിൽക്കാം. കാരണം നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ച് ഇന്ന് 26-ാം ദിനമാണ്. ഈ 26-ാം ദിനം എത്തി നിൽക്കുമ്പോഴും നമ്മൾ തുടക്കത്തിൽ എന്താണോ പറഞ്ഞത്,
നമ്മളുടെ ഉത്തമ ബോധ്യം എന്ന് പറയുന്നത് രാഹുലിനെതിരെ അപ്രകാരം ഒരു വിക്ടിമിന്റെ പരാതി ഉണ്ടായിട്ടില്ല. ആ വിക്ടിമിന്റെ പരാതിയിന്മേൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരം കാലം ഒരു ക്രൈം നടന്നു എന്നുള്ള ദൃക്സാക്ഷികളില്ല, സാഹചര്യ തെളിവുകളില്ല, അതല്ലെങ്കിൽ സാധൂകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളുമില്ല. 3.5 വർഷത്തിന് മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വിളമ്പിയവർ പോലും പരിഹാസ്യരാകുകയും അവർ പരാതി പോലും നൽകാതെ പിൻവാങ്ങുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ പോലും ഒരു അന്വേഷണം നടത്തി ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന സുസജ്ജമായ പോലീസ് സേന ഇറങ്ങി തിരിഞ്ഞിട്ടും ഒരു IPS ഉദ്യോഗസ്ഥയെ തന്നെ ഇതിന് മേൽനോട്ടം വഹിക്കുവാൻ ഏർപ്പെടുത്തിയിട്ടും ഇവിടുത്തെ സകല മാധ്യമ മാപ്രകൾ കിടന്നു സകലവിധ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടും സകല ഏജൻസികളും കേക്കച്ചന്റെ സിൽബന്ദികളും ഇദ്ദേഹത്തിന്റെ ശത്രുക്കളും സകല പാർട്ടിക്കാരിറങ്ങി അന്വേഷണം നടത്തിയിട്ടും ഇതുവരെ സോളിഡ് ആയിട്ടുള്ള ഒരു തെളിവോ ഒരു പരാതിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചും വിരിച്ചു നിന്ന് പറയാം, നമ്മളുടെ യാത്ര ഇതുവരെ കറക്റ്റ് ആയിരുന്നു. ഈ 26-ാം ദിനത്തിലും ഈ ദിവസങ്ങൾ വരെ പിന്നിടുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ആശങ്കയുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ മേ ബി വരാം. അപ്പോഴും നമ്മൾ പറയുന്ന പോയിന്റ് ഇതായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പരിശുദ്ധനാണെന്ന് വരുത്തി തീർക്കുവാനുള്ള, അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമല്ല. എന്നാൽ ഇത് വൈരാഗ്യബുദ്ധിയോടെയുള്ള ഒരു മിടുക്കനായ നേതാവിനെ ഒതുക്കുവാനുള്ള ഒരു ക്യാമ്പയിനാണ്, കൊട്ടേഷനാണ് എന്ന് സംശയിച്ച്, ഞാൻ ആ വാക്കു ഒന്നുകൂടെ പറയുന്നു, സംശയിച്ച്. കാരണം നമുക്ക് സംശയിക്കാനേ പറ്റത്തുള്ളൂ. തുടക്കത്തിൽ ഈ 26 ദിനങ്ങളിൽ എത്തുമ്പോൾ ആ സംശയം ഏതാണ്ട് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കിയ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ മിഷൻ 60യുടെ അടുത്ത ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും ഇന്ന് പ്രേക്ഷകരുമായി ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ചിന്തകൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. കാരണം ഈ കഴിഞ്ഞ 26 ദിനവും നമ്മുടെ വാക്കുകൾ ശ്രമിച്ച് അതിൽ വിശ്വസിച്ച് നിങ്ങൾ സത്യസന്ധമായ പ്രതികരണങ്ങൾ അറിയിച്ച് ഈ വിഷയത്തെ ഇന്നും കേരളത്തിലെ ഏറ്റവും സുപ്രധാന വിഷയമാക്കി പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാക്കി നിർത്തുവാൻ സഹായിച്ചതും സാധിച്ചതും ഓരോ സാധാരണക്കാരായ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ ആ പ്രതികരണങ്ങൾ കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ എന്തൊക്കെ പെടാപ്പാട് വിട്ടു. ഇവർ സംഘടിതമായി നിന്ന് ഒരു വ്യക്തിയെ ആക്രമിച്ചു, യാതൊരു തെളിവോ പരാതിയോ ഇല്ലാഞ്ഞിട്ട് പോലും. ഈ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇവന്മാർ നാണം കെട്ട് നീറി നിൽക്കുകയാണ്. ഈ നിലപാടിന്റെ പേരിൽ, ഈ ബോധ്യത്തിന്റെ പേരിൽ നടപടിയെടുത്ത ഈ കേക്കച്ചനോടും ഇത്തരം ഊഹാപോഹങ്ങളുടെ പേരിൽ വാർത്തകൾ എക്സ്ക്ലൂസീവായി പടച്ചുവിട്ട, അതിന്റെ പേരിൽ അന്തിച്ചർച്ചകൾ സംഘടിപ്പിച്ച ഈ വ്യക്തിഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത സകല മാപ്രകളും ഇന്ന് ഉരുകുകയാണ്. അവർ സ്വയം ചോദിക്കുകയാണ്, ഇതിന് ഞങ്ങൾ ആരോട് കണക്ക് പറയും? എന്ത് തെണ്ടിത്തരമാണ് ഞങ്ങൾ ചെയ്തു കൂട്ടിയത്? എന്തിന്റെ ബേസിലാണ്? സാധാരണഗതിയിൽ ഒരു ആരെങ്കിലും ഇത്തരത്തിലൊരു ആരോപണമായിട്ട് വന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ ഒരു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ ഫസ്റ്റ് ഞങ്ങൾ ചോദിക്കുന്നത് പരാതി എവിടെ, പരാതി നൽകിയ റെസിപ്റ്റ് എവിടെ? അതിലെല്ലാം ഉപരി പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തി അവർ ഇട്ട FIR എവിടെ? ബേസിക് മിനിമം ഇത്രയുമെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പോലും ഞങ്ങളതൊരു വാർത്തയായിട്ട് എടുക്കുവാൻ പോലും പരിഗണിക്കത്തുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാധ്യമ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ ഒരു സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു ഏറ്റവും ചെറിയ ഒരു സ്ഥാപനമാവാം, കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു മാധ്യമ സംവിധാനമാവും ഞങ്ങളുടേത്. പക്ഷെ ഞങ്ങൾ പോലും ഇപ്രകാരം ഒരു വിഷയത്തിൽ എടുക്കുന്ന ഒരു ഇന്റഗ്രിറ്റി, ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ഊഹാപോഹങ്ങളുടെ ബേസിൽ യാതൊരു കാരണവശാലും ഒരു വാർത്ത ചെയ്യില്ല. അന്നേരം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങളായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞ, നിങ്ങളായിട്ട് തന്നെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ച ഈ ചെറുപ്പക്കാരന് നീതി ലഭിക്കണം എങ്കിൽ നിങ്ങൾ ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്കുള്ള, നിങ്ങൾ ചെയ്ത ഈ ശോഭകേടിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് നീതി തേടിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇതിനകത്ത് മറ്റുള്ള തരത്തിലുള്ള ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റുമില്ല. ഇത് നിങ്ങളെല്ലാവരും കൂടി ചേർത്ത് തല്ലിക്കെടുത്തുവാൻ നോക്കിയ ആ യുവാവിൻ്റെ ഭാവി അദ്ദേഹത്തിന് തിരികെ ലഭിക്കുവാൻ, അദ്ദേഹത്തിന് തിരിച്ച് ആക്റ്റീവായി പൊളിറ്റിക്സിലേക്ക് വരുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു 1000
കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ നീതി സംവിധാനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഒരു നിരപരാധി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇതെല്ലാം മാനുഷികമാണ്. നമുക്ക് ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ അതല്ലെങ്കിൽ സഹിക്കുവാനോ പറ്റാത്ത ഒന്നുമില്ല. ഇതിനകത്ത് എത്തരത്തിൽ ഈ ആരോപിക്കുന്ന തരത്തിലുള്ളൊരു കാര്യം ഉണ്ടായാൽ പോലും അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു എഫേർട്ട് കൊണ്ട് സംഭവിച്ചതാകാൻ ആകുമോ? ഇല്ല എന്ന് ഏവരും പറയും. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് അല്ല ഇവിടെ നടത്തേണ്ടത്. ഈ ഒരു വിഷയത്തിൽ പല ഫാക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി പരിശോധിക്കുമ്പോൾ ഇത് ഇത്രയും ചർച്ച ചെയ്യേണ്ടുന്ന, ഇത്രയും വൈരാഗ്യബുദ്ധിയോടെ പിന്തുടർന്ന് വേട്ടയാടി നശിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നതാണ് സോഫാർ ഈ 26-ാം ദിനത്തിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൺക്ലൂഷൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഇന്നലെ ഇതാണ് സംഭവിച്ചത്. ഇതുകൊണ്ടാവാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നേതൃത്വത്തെ ധിക്കരിച്ച് പാലക്കാട്ടേക്ക് എത്താതിരുന്നത്. അദ്ദേഹത്തിന് ഏത് നിമിഷവും അവിടെ എത്താം. സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ ഒരു സ്റ്റാൻഡ് ക്ലിയറാക്കി രാഹുലിനെ തടയില്ല. രാഹുലിന് മണ്ഡലത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ തക്ക യാതൊരു സാഹചര്യവും അവിടെ നിലവിലില്ല. അദ്ദേഹത്തിന് അവിടെ എത്തണമെന്ന് തോന്നിയാൽ പോലീസ് സംവിധാനം അവിടെ അദ്ദേഹത്തിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കും. ഇന്നലെ തന്നെ അറിയാം, ഇന്നലെ 4 മണി മുതൽ BJP-ക്കാർ അവിടെ പലതരത്തിൽ പല കോലാഹലങ്ങൾ ഉണ്ടാക്കി കാത്തുനിന്നു എന്ന് പറയുന്നു. ആ പ്രവർത്തകരെ രാഹുൽ എത്തിയില്ലെങ്കിൽ പോലും കൃത്യമായി പോലീസ് അവിടെ എത്തി. പോലീസ് അവരുടെ മാന്യമായ തൊഴിൽ ചെയ്തു. അവർ ആ പ്രതിഷേധത്തിനായി എത്തിയവരെ അവരെ പിരിച്ചുവിട്ടു. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ നിന്നവരെ അറസ്റ്റ് ചെയ്ത് അവർ വാഹനത്തിൽ കയറ്റി അവരെ കൊണ്ട് മറ്റു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവർക്ക് ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതെല്ലാം ഇന്നലെ സംഭവിച്ചു. ഇതെല്ലാം രാഹുലിനും അറിയാം. ഇതൊന്നും കണ്ട് പേടിക്കുന്നുമില്ല രാഹുൽ. പക്ഷേ ഇതിനകത്തൊരു സമാധാനപരമായ, ഇതിനൊരു അമിക്കബിളായിട്ടുള്ള ഒരു വിൻ സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ, എല്ലാവർക്കും വിജയകരമായ ഒരു സന്തോഷപര്യവസായിയായ ഒരു അവസാനം ഇതിനുണ്ടാകണമെങ്കിൽ ഈ വിഷയം അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആകും എന്ന് ഈ കേക്കച്ചനും സംഘവും മനസ്സിലാക്കണം. ഈ വിഷയം അനന്തമായി നീണ്ടുപോകുന്നത് കൊണ്ട് പ്രതിരോധത്തിലാകുന്നത്, പ്രതിസന്ധിയിലാകുന്നത്, നാശമുണ്ടാകുന്നത്, ഓരോ സെക്കൻഡും നിങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ആത്യന്തികമായി ഇതിൻ്റെ ലോസർ എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനായിരിക്കും. കേക്കച്ചൻ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പദവികൾ വെറും ആലങ്കാരികം. എനിക്ക് ശേഷം നാളെ വേറെ ഒരു ആണൊരുത്തൻ ഇവിടെ വരും. അതുകൊണ്ട് ഒരു റിലേ ഓട്ടക്കാരൻ്റെ, ഒരു ബാട്ടൺ പിടിച്ചുകൊണ്ട് ഉള്ള ഒരു റിലേ ഓട്ടക്കാരൻ്റെ പദവി മാത്രമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നാളെ നിങ്ങളെക്കാൾ മിടുക്കനായ ഒരുത്തൻ്റെ കയ്യിൽ ഈ ബാട്ടൺ വരും. അവനും ഇത് മറ്റൊരുത്തനെ ഏൽപ്പിച്ചിട്ട് പോകേണ്ടതാണ്. ഇതുപോലൊരു പ്രസ്ഥാനത്തെ, മഹത്തായ ഒരു പ്രസ്ഥാനത്തിലെ അതിൻ്റെ അമരത്തിരുന്ന് അതിൻ്റെ നാശത്തിന് അധ്യക്ഷത വഹിച്ച നാണം കെട്ടവൻ എന്ന പേരുമായി നിങ്ങൾ തലകുനിച്ച് നാണം കെട്ട് ജനങ്ങൾ നിങ്ങളെ ആട്ടിപ്പായച്ച് നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ തോപ്പിച്ച് വിടാതിരിക്കണമെങ്കിൽ ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കുക, കേക്കച്ച, നിങ്ങൾ എന്നാണോ നിങ്ങളുടെ തീരുമാനം, ഇത് അബദ്ധജടിലമായ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു, അന്ന് തൊട്ട് നിങ്ങളുടെ ശുക്രദശ ആരംഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കുക, സഭയിൽ നിങ്ങൾ നാണം കെട്ടു. രാഹുലിനെ മാപ്പ് പറയിക്കും എന്ന് നിങ്ങൾ കരുതിയ, രാഹുലിന്റെ മാപ്പ് മുഴങ്ങും എന്ന് കരുതിയ ആ നിയമസഭയിൽ കേക്കച്ച നിങ്ങൾക്ക് മാപ്പിരക്കേണ്ടി വന്നു. നിങ്ങൾക്ക് സ്പീക്കർക്ക് മാപ്പ് എഴുതി കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ ആ സാമാജികരോടും സ്പീക്കറോടും ജനങ്ങളോടും മാപ്പ് പറയേണ്ടി വന്നു. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ അദൃശ്യ ഇടപെടൽ എന്ന് പറയുന്നത്. നിങ്ങളൊരു ദൈവവിശ്വാസിയാണെന്ന് പല സ്ഥലങ്ങളിലും അഭിനയിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ദൈവമുണ്ടെന്ന് പോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവനായിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ തെറ്റായ പ്രവർത്തനത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷ നിങ്ങൾക്ക് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. ആ ശിക്ഷ പൊടുന്നനെ തന്നെ ഈ നിയമസഭ കൂടിയ ഈ വേളയിൽ തന്നെ, ഇത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരിഹാസ്യപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ. അതുപോലെ തന്നെ നിങ്ങളെ ഒതുക്കീശൻ എന്ന് വിളിക്കുവാൻ ദൈവം ഞങ്ങളെ പ്രേരിപ്പിച്ചു. നിങ്ങളൊരു ഒതുക്കീശനാണെന്ന് സാധൂകരിക്കുന്ന രീതിയിൽ അതാ
സ്വന്തം പാർട്ടിയിലുള്ളവരെ മാത്രമല്ല ഒതുക്കുന്നത്, പ്രതിയോഗികളെ പോലും ഒതുക്കുവാൻ കാലയെ കൂട്ടി വീശിയെറിയുന്ന നീട്ടിയെറിയുന്ന ഒരു അധമനാണ് നിങ്ങൾ എന്ന് തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പറവൂരിൽ ആ ടീച്ചർക്കെതിരെ ആ അപവാദ കഥകൾ ഉണ്ടാക്കി അത് മാധ്യമങ്ങൾക്ക് അതിന് പറ്റുന്ന ഷോൾഡറുകൾ നിങ്ങൾ തപ്പി നിങ്ങളത് ഇട്ടുകൊടുത്തു. പക്ഷേ അത് കത്തുവാൻ താമസമെടുത്തു. നിങ്ങൾ പെട്ടെന്ന് പൊട്ടുമെന്ന് കരുതിയ ബോംബ് പൊട്ടുവാൻ ഏതാണ്ട് 14 ദിവസം എടുത്തു. അത് പൊട്ടിക്കുവാൻ പലർക്കും പ്രാപ്തി തോന്നിയില്ല. അത് പൊട്ടിക്കുവാൻ സാധ്യതയില്ലാത്ത പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അത് മുക്കി. പക്ഷേ അത് വാർത്തയായി ആളിക്കത്തി വന്നപ്പോഴേക്കും നിങ്ങൾ ഓർത്തു അതോടുകൂടി നിങ്ങളുടെ പ്രതിയോഗിയെ ഈ രാഹുലിനെ നാറ്റിയ പോലെ ഒരു ഇതുപോലത്തെ ഒരു ലൈംഗികാപവാദ കേസിൽപ്പെട്ടാൽ ഇതുപോലെ നാറിയ പോലെ നീറി നിങ്ങളുടെ ആ രാഷ്ട്രീയ പ്രതിയോഗി ഒടുങ്ങും എന്ന് കരുതി. പക്ഷേ അവിടെയും ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ ഇടപെട്ടു. നിങ്ങളിത് ആരെയാണോ ചുമതലപ്പെടുത്തിയേ ആ നിർഗുണൻ വിളിച്ചു പറഞ്ഞു, ഇത് 14 ദിവസം മുമ്പ് ഞങ്ങളുടെ കണ്ടതാണ്, ഇത് ഇത്തരത്തിലുള്ള സാധനം എനിക്ക് തന്നു, ഷെയർ ചെയ്യാൻ പറഞ്ഞു, പറവൂരുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും കൊടുക്കാനാണ് പറഞ്ഞത്, ഞാനത് വൃത്തിയായി ചെയ്തു, ഞാൻ 22 വർഷമായി വി.ഡി. സതീശന്റെ സൈബർ പോരാളിയാണ് എന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് സംസ്ഥാനം ഒട്ടാകെ ഇവരെ നാറ്റിക്കുക എന്നായിരുന്നില്ല, പറവൂർ ആ നിയോജക മണ്ഡലത്തിൽ മാത്രം ഇവരെ നാറ്റിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിന്റെ വിശ്വസ്തനായ 22 വർഷം ഇയാളുടെ ഇത്തരത്തിലുള്ള IT പണി ചെയ്യുന്ന ഈ സൈബർ കൊട്ടേഷൻ ടീമിലെ അംഗമായ അയാളെ വിശ്വസിച്ചേൽപ്പിച്ചത് സംസ്ഥാനം മുഴുവൻ നാറ്റുക എന്നതല്ല, ഇയാളുടെ മണ്ഡലത്തിൽ ഇയാൾക്ക് ത്രട്ടായ ആ സ്ത്രീയെ മണ്ഡലത്തിൽ നാറ്റിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ മണ്ഡലത്തിൽ മാത്രം ഷെയർ ചെയ്യുവാൻ ഇതേൽപ്പിച്ചത്. എന്നിട്ട് ഒന്നും അറിയാതെ പൊട്ടൻ കളിച്ചു നിന്നു. ഇദ്ദേഹത്തെ സ്റ്റേറ്റ് വൈഡ് നാറ്റണമെന്ന് ഈ കേക്കച്ചന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. കാരണം എനിക്ക് പാരയായി വരരുത്. നാളെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എനിക്ക് ആ സ്ത്രീ യാതൊരു കാരണവശാലും ഒരു എതിരാളിയായി വരാൻ പാടില്ല. അതിന് ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ഒരു വിവരം പുറത്തു പറയുക, പരത്തുക എന്നതാണ്. പക്ഷേ അത് പാളിപ്പോയി. സകലർക്കും മനസ്സിലായി ഇതിൻ്റെ പിന്നിലും കളിച്ചത് ഈ ഒതുക്കീസിനാണെന്ന്. അങ്ങനെ സ്വന്തം പാർട്ടിയിലെ യുവ നേതാവിനെ ഒതുക്കുക, KPCC പ്രസിഡന്റിനെ കെ സുധാകരനെ പോലുള്ളൊരു മിടുക്കനെ ഒതുക്കുക, ഷാഫി പറമ്പിലിനെ ഒതുക്കുക, ഫിറോസിനെ ഒതുക്കുക, രാഹുൽ മാങ്കുട്ടത്തെ ഒതുക്കുക. അങ്ങനെ ഒതുക്കി തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് പിടിവീഴാൻ സാധ്യതയുള്ള ചെന്നിത്തലയെ ഒതുക്കുക. അങ്ങനെ ഒതുക്കി മുന്നേറുമ്പോഴാണ് തൻ്റെ പ്രതിയോഗിയായ മണ്ഡലത്തിൽ തനിക്ക് പണി വരുവാൻ സാധ്യതയുണ്ട് എന്ന് ITV ന്യൂസ് തന്നെ പറഞ്ഞു. ഈ മിഷൻ 60 കഴിഞ്ഞാൽ മിഷൻ 210 ആരംഭിക്കും. ഈ മാലിന്യത്തെ ഉറവിട സംസ്കരണം നടത്തുവാനായി, ഇയാളെ മണ്ഡലത്തിൽ തോൽപ്പിക്കുവാനായി തെരഞ്ഞെടുപ്പ് വരെ മിഷൻ 210 എന്ന ക്യാമ്പയിൻ ആരംഭിക്കും. ഉറവിടത്തിൽ ഇയാളെ തോൽപ്പിക്കും എന്ന ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇയാൾ അതിന് ഒരു മുഴം മുമ്പേ അവിടെ സാധ്യതയുള്ള, ഇദ്ദേഹത്തിന് ഏറ്റവും ത്രട്ടാകുവാൻ സാധ്യതയുള്ള, പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ആ ടീച്ചറെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹം ആ പണിയും ആസൂത്രണം ചെയ്തിട്ട് പൊട്ടം കളിച്ച് മിണ്ടാതെ നടന്നു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ലഭിച്ച പ്രേക്ഷകരിൽ നിന്നുള്ള ആ പ്രതികരണം നമുക്ക് കേൾക്കാം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. सर नमस्ते सर. नमस्कार. मैं राजस्थान से मीना. टेल मी मैम. സർ അറിയാതെ ഹിന്ദി വന്നു പോകും. കുറെ വർഷങ്ങളായിട്ട് ഇവിടെ, അതുകൊണ്ടാ ഞാൻ ഇവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു സർ. ഇന്നലെ രാത്രി ഞാൻ എന്ത് സന്തോഷത്തോടെ ഉറങ്ങി സാർ. ഒന്നാമത്തെ കാര്യം, ആ കേക്കച്ചൻ അവിടെ നിന്ന് മാപ്പ് ചോദിക്കുന്ന കേട്ടപ്പോ സത്യം പറഞ്ഞാൽ സാർ എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് തോന്നി ഇവിടെ നിന്ന്. അവന്റെ മുഖഭാവം കണ്ടപ്പോ സാറിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. സാറിന് എന്നും ശക്തി തരണേ. ഈ 25 ദിവസമായി ഇത്ര ശക്തിയോടെ എനർജിയോടെ ചെയ്യണത്. ഞാനൊരു കൃഷ്ണഭക്തയാ. ഞാൻ എന്നും രാഹുലിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ രാഹുലിന്റെ അത്രയും പ്രായമുള്ള ഒരു മോൻ എനിക്കുണ്ട്. അവൻ ബാങ്ക് മാനേജരാ. സാർ രാഹുലിന് ഒന്നും വരത്തില്ല. അവനെ ആറന്മുള അയ്യപ്പൻ എന്നും രക്ഷിക്കും. അവന് ഒരു കുഴപ്പം അവന് വരത്തില്ല. ഇത്രയും നല്ലൊരു ചെറുക്കൻ, എന്തുമാത്രം ക്വാളിറ്റി അവന്റെ കയ്യില്. എന്നും ഞങ്ങളെ കൃഷ്ണന്റെ തന്നെ നമ്മുടെ ഗുരുവായൂരമ്പലം പോലെ തന്നെയുള്ള ഒരു അമ്പലം ഇവിടെ ഉണ്ട്. എല്ലാ ആഴ്ചയും അവിടെ പ്രാർത്ഥിക്കും. പ്രത്യേകം അവന് വേണ്ടി ഞാൻ പൂജ ചെയ്യും. അവൻ സൂര്യനാ, ഊതിക്കറ്റിയ പൊന്നാ സാറ്. അവനൊന്നും വരത്തില്ല. അവൻ സാർ നോക്കൂ,
അവൻ ഇവിടെ CM അല്ല PM ആകും. എന്റെ പ്രാർത്ഥന എന്നും അവന്റെ കൂടെ ഉണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരു കുഴപ്പം വരുമ്പം അവൻ എന്റെ മോനിപ്പോ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അവൻ എന്നോട് പറയത്തില്ലേ? അപ്പൊ ഞാനല്ലേ സാറേ ആദ്യം അവനോട് ചോദിക്കുന്ന, മോനെ നിനക്ക് എന്തോ പറ്റി? ഈ കേക്കച്ചൻ അവന്റെ മോളാന്ന് പറയാൻ അവള് പറഞ്ഞപ്പം രാഹുലിനെ വിളിച്ചൊന്ന് ചോദിക്കാനെങ്കിലും അങ്ങാര് വിചാരിച്ചോ? അങ്ങാരത് പാട്ടാക്കി. ദൈവം അങ്ങാർക്ക് ശിക്ഷ വെച്ചിട്ടുണ്ട് സാറേ. സാറിന് എന്ന് ശക്തിയും ധൈര്യവും ദൈവം തരട്ടെ. ഞാൻ എത്രയോ നാളായി സാറിന് ഫോൺ ചെയ്യുന്നു, ഒരു പ്രാവശ്യം പോലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ എല്ലാ നേഴ്സുകളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവന്റെ ആറന്മുള നിയോജക മണ്ഡലത്തിലുള്ള ഒരാളാണ്. ഞാൻ അവിടെ കോഴഞ്ചേരിയിലുള്ള ആളാണ്. ഞാൻ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നാട്ടിൽ വരുമ്പം തീർച്ചയായിട്ടും ഞാൻ രാഹുലിന്റെ അമ്മയെ പോയി കാണും. ഞാൻ എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് രാഹുലിനെ കെട്ടിപ്പിടിച്ച് അവനൊത്തിരി താങ്കി കൊടുക്കാൻ. അവൻ എന്നും സാറേ, അവൻ ഇവിടെ CM അല്ല, അവൻ PM ആകും. അവൻ അത്രയും നല്ല സ്ട്രോങ് ഉള്ള ഒരു ചെറുക്കനാണ്. അവന്റെ അതുപോലത്തെ പവറുണ്ട് നമ്മുടെ ലോകത്തെ സംരക്ഷിക്കാൻ. അവൻ അതുപോലെ ശക്തിയുണ്ട്. എന്റെ കൃഷ്ണൻ എന്നും അവന് ശക്തി കൊടുക്കട്ടെ. ഇവിടെ കാട്ടൂർ ശ്യാംജി, ഞാൻ എന്നും അവനെ കാട്ടൂർ ശ്യാംജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ഏറ്റവും നല്ല നിലയെ വരുത്തുന്നു സാർ. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ നാട്ടിലെ സ്ഥിതിയെക്കുറിച്ച് പറയാൻ വയ്യ. ഞങ്ങളൊക്കെ ഇവിടെ രാജസ്ഥാനിലൊക്കെ താമസിക്കുന്ന സത്യം പറഞ്ഞാൽ എന്ത് ഇതായിട്ടാ സാറേ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ പറയാൻ പറ്റുമോ സാറേ? ഓരോ സാധനത്തിനും വില പിടിച്ച്. അത് തന്നെയല്ല, ഇന്നലത്തെ കാര്യം കണ്ടപ്പം ആ പിണറായിക്ക് ഇനി അയ്യപ്പസ്വാമി സ്വപ്നത്തിൽ പോയി കണ്ട് പറഞ്ഞതായിരിക്കും നിനക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണമെന്ന്, അല്ലെങ്കിൽ കുടുംബം മുടിയുമെന്ന് ഓർത്ത് ഇന്നലെ വന്ന് ചെയ്തതാ. അയ്യപ്പസ്വാമിയൊക്കെ നമ്മുടെ ധർമ്മശാസ്ത്രം എന്താ സാറേ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ വയ്യ. പറയുമ്പം പോലും ശരീരം കുളിര് കോരുന്നു. അങ്ങനെയുള്ള നമ്മൾ ഭക്തരെടുത്ത് അവൻ അവിടെ പോയി ഇന്ന് പമ്പയിൽ എന്തൊക്കെയാ കാണിച്ചത്. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാ കിടക്കുന്നത്. അത്ര നല്ല വിശ്വാസമുള്ള നമ്മുടെ ഹിന്ദുക്കളെടുത്ത് അവൻ ഹിന്ദു എന്നല്ല, എല്ലാവരും അയ്യപ്പസ്വാമി ആ പുലിപ്പുറത്ത് വരുന്ന ആ ഫോട്ടോ എന്ത് ശാലീനതയാ സാറേ. അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും സാറിന് ഈ മെസ്സേജ് രാഹുലിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. രാഹുൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കട്ടെ എന്നാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ഞാൻ അന്ന് തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇലക്ഷൻ വർക്കിന് വേണ്ടിയാണെങ്കിലും ഞാൻ നാട്ടിൽ വരും. 15 ദിവസം ആണെങ്കിലും അവധി മേടിച്ചുണ്ട്. എനിക്കിതൊക്കെയാണ് സാറേ പറയാനുള്ളത്. സാറിന് ഒത്തിരി ദൈവം സാറിന്റെ കൂടെ നിൽക്കട്ടെ. സാറിന് ദൈവം ശക്തി തരട്ടെ. ആകെയുള്ള നമ്മുടെ ക്യാമ്പയിൻ ഇങ്ങനെ ആക്കിക്കൊണ്ട് പോകാനായിട്ട് ഒത്തിരി ശക്തി തരട്ടെ സാറിന്. സാറിന്റെ എനർജി എന്നും അയ്യപ്പസ്വാമിയുടെയും കാട്ടൂർ സ്വാമിയുടെയും പ്രാർത്ഥന സാറിന്റെ കൂടെ ഉണ്ട് സാറേ. ഇത് തീർച്ചയായിട്ടും സാറ് പ്രക്ഷേപണം ചെയ്യണം. താങ്ക് യു സാർ. ഒരു ചോദ്യം കൂടെ. ചോദിച്ചോ. കേക്കച്ചനെ മുന്നിൽ നിർത്തി ഇയാള് രാജിവെക്കാതെ ഇയാള് നേതൃത്വം കൊടുത്താൽ കോൺഗ്രസ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ? തീർച്ചയായിട്ടും. ഈ കേക്കച്ചനെ മാറ്റി നിർത്തിയ സാർ കോൺഗ്രസിന്റെ എന്തോ ശക്തിയാണെന്ന് സാർ അറിയത്തില്ല. അത്ര പവർ രാഹുൽ ഗാന്ധി അവന്റെയൊക്കെ പവർ അറിയാൻ വയ്യെന്നതാണ് സാർ. അവരൊക്കെ ഊതിക്കാറ്റിയ പൊന്നുകളാണ്. ആ നരേന്ദ്രമോദിക്ക് പറയാൻ കുറെ കഴിവുകളുണ്ട്. അവൻ വാചാലനാ. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, മുട്ടം വിട്ടുന്നവർക്ക് മുന്നാഴിയും അടക്ക് പറയുന്നവർക്ക് അഞ്ഞാഴിയുമെന്ന്. നമ്മുടെ കോൺഗ്രസ് തന്നെ ഇവനെ മാറ്റി നിർത്തി. ഇവനെ നിർത്തിയാൽ കോൺഗ്രസ് ജയിച്ചില്ല. സാർ പറഞ്ഞ ഒരൊറ്റ കാര്യം എന്തുമാത്രം സത്യമാണ്. ഇവൻ സാറിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സമയം പോയി സാറേ. അത് കാണിച്ചു തന്ന സാറാണ്. അതിനുവേണ്ടി സാറിന് സ്പെഷ്യലായിട്ട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്റെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല. ഈ കേക്കച്ചനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ എന്താവും അനുഭവം? കോൺഗ്രസിനെ ഈ കേക്കച്ചനെ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പൊട്ടും. ഇവനെ മാറ്റി നിർത്തുക, ഇവനെ കരിയാപ്പുല പോലെ എറിയുക സാറേ. ഞാൻ അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ് നമ്മുടെ ഇലക്ഷന്റെ സമയത്ത് രാഹുലിന് വേണ്ടി 15 ദിവസം ഞാൻ അവധി മേടിച്ചെന്നെങ്കിലും വരും അവന് വേണ്ടി വർക്ക് ചെയ്യാൻ. അതാണ് സാറേ എന്റെ ഒരു ഇവനെ മാറ്റി നിർത്തണം സാറേ. ഇവനെ എങ്ങനെങ്കിലും ഒരു ക്യാമ്പയിൻ ചെയ്ത് ഇവനെ കോൺഗ്രസിൽ നിന്ന് മാറ്റാൻ നോക്കുക സാറേ. അതിന് സാറിന്റെ ഉള്ള ഈ ക്യാമ്പയിൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സാറേ. ഞാൻ എത്രയോ നാളായി സാറിനെ വിളിക്കാൻ ട്രൈ ചെയ്ത് എന്റെ ഭഗവാൻ ഇന്ന് എനിക്കത് കിട്ടിയല്ലോ. അതുകൊണ്ട് സാറേ തീർച്ചയായിട്ടും ഇവനെ രാജിവെക്കാൻ വേണ്ടി ഇന്നലെ ഇവന്റെ അവസ്ഥ കൊണ്ടോ സാറേ, അവിടെ നിന്ന് മാപ്പ് ചോദിക്കുമ്പോൾ ഇവൻ ഓർത്തു രാഹുൽ വന്ന് മാപ്പ് ചോദിക്കുമെന്നാ ഇവൻ ഓർത്തത്. അന്ന് ദൈവം അവനെ കൊണ്ട് അതിന്റെ പിറ്റേ ദിവസം തന്നെ അങ്ങനെ കാണിച്ചോ സാറേ. ഇവന്റെ പതനത്തിന്റെ ഓരോ ദിവസങ്ങളും തുടങ്ങിയതേ ഉള്ളൂ സാറേ. അതിന് സാർ ഒരു കാരണക്കാരൻ തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ വഴി കാണിച്ചു തന്ന സത്യം സാർ തുറന്നു തന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക് യു സാർ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നതേ. പേര്? പേര് റോസമ്മ. പറഞ്ഞു.
വി ഡി സതീശനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ഭാവിയിൽ കോൺഗ്രസ്സുകാരെ തകർക്കണ വി ഡി സതീശനും ചെന്നിത്തലയുമാണ്. അതുകൊണ്ട് അവരെ ഒന്ന് പുറത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അവനെ ഒന്ന് വെടിവെച്ച് കൊന്നാലും എനിക്ക് സങ്കടമില്ല. ഈ കൊച്ചു പിള്ളേരെ എന്തിനിങ്ങനെ ഇട്ടോണ്ട് മേയണത്? ഒരു തലമുറ എങ്ങനെയെങ്കിലും വന്നൊന്ന് കേരളം രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തോണ്ടിരിക്കുമ്പോൾ ഈ വി ഡി സതീശൻ ഇത്രയും പെരുത്ത നാറിയാന്നുള്ളത് ഈ 10 കൊല്ലം ഇരുന്ന് അവൻ മുടിച്ചിട്ട് മതിയായില്ലേ? അതെ. എന്താ സാറേ ഇങ്ങനെയൊക്കെ? കേരളം നശിപ്പിക്കണമെന്ന് ഓർത്ത് തന്നെയല്ലേ അവിടെ നിൽക്കണം. അവനെ എങ്ങനെയെങ്കിലും പുറത്തു തള്ളുക. രാഹുലിനെ പാലക്കാട് കൊണ്ടുവരിക. രാഹുൽ പാലക്കാട് വന്നം. ഒരു BJP അവനെ വെട്ടുകയും ഇല്ല തട്ടുകയും ഇല്ല. അതൊക്കെ ഈ പറച്ചിലേ ഉള്ളൂ. അത് നമുക്കും ഇല്ലേ, യൂത്ത് കോൺഗ്രസിൽ പിള്ളേരില്ലേ, ഇങ്ങോട്ട് വെട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കുക, നല്ല പൂശ കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ BJPനെ ഒതുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു രക്ഷയില്ല എൻ്റെ സാറേ. ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ലോകത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാവും? ഞങ്ങൾ അന്ന് മുതൽ ഞാനിങ്ങനെ ഓരോടത്തും പോയി ഇങ്ങനെ മൊബൈൽ കണ്ടോണ്ടിരിക്കുകയാണ്, TV-യിലും വെച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ആകെ സങ്കടമായി. പാലക്കാട് ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് അവൻ വരാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമാണ്. അവനെ എങ്ങനെയെങ്കിലും പാലക്കാട് കൊണ്ടുവരിക. വി ഡി സതീശനെ തല്ലി ചതച്ച് അവിടെ ഇടുക. അവനെ എണീറ്റ് നടക്കാൻ പറ്റാതെ വരണം. ഈ കേക്കച്ചനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ ഇല്ലയോ? അത് തിരിച്ചടിക്കും. എന്നുവെച്ചാൽ വി ഡി സതീശനെ എല്ലാവരും വെറുത്തു. അതുകൊണ്ട് ലോകത്തിൽ തിരിച്ചടി ഉണ്ടാവും. ഷാഫി പറമ്പിലും രാഹുലും ഫിറോസും എല്ലാവരും കൂടി ഉമ്മൻചാണ്ടിയുടെ മകനും എല്ലാം കൂടി ഇവനെ തട്ടി കഴിക്കും. നോക്കൂ, അത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രയും വിഷമത്തിലാണ്. എന്നാന്ന് വെച്ചാൽ നല്ല കുഞ്ഞുങ്ങൾ വന്ന് കേരളം ഒന്ന് നന്നാകട്ടെ എന്നുള്ള ഒരു അഭിപ്രായക്കാരത്തി ഞങ്ങൾ പണ്ട് കാലം തൊട്ട് എൻ്റെ പൂർവികരടക്കം ഞങ്ങൾ കോൺഗ്രസിലുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസ്സേ എന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമാകാൻ തുടങ്ങി. അവരെ വലിച്ചു കീറാൻ തുടങ്ങി. ഞാൻ ഓർത്ത് ഇവിടെ പിരിവിനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അവരെ ആട്ടി വിടുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അത്രയും ദേഷ്യമായി. ഇവന്മാര് രാഹുലിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നതിനുള്ള ന്യായീകരണവും ക്യാപ്സൂളുമായിട്ട് വീടുകൾ തോറും ഇവന്മാര് കയറി ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്ത് തുടങ്ങിക്കോട്ടെ, തുടങ്ങിയാലും ഒരു വിജയം വരികയല്ലോ. എവിടെ ചെന്നാലും എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു. എവിടെ ചെന്നാലും സ്ത്രീകൾ എടുത്തടിക്കും. അത് തീർച്ചയാണ്. എന്നുവെച്ചാൽ ഞങ്ങളൊന്നും കോൺഗ്രസ് എന്ന് പറയണത് ഞാൻ ഇന്ന് വരെയും എൻ്റെ പൂർവ്വകാലം തൊട്ടുള്ള കോൺഗ്രസിലുള്ളതാണ് ഞങ്ങള്. ഇപ്പൊ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ അരിശാണ്. ഇങ്ങോട്ട് കേറി എൻ്റെ ഗേറ്റിനുള്ളിൽ കടന്നാൽ ഞാൻ 4 പറയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഒരു പിരിവും കൊടുക്കുകയില്ല. അവന് ഫണ്ടില്ലെങ്കിൽ ഇലക്ഷന് നിൽക്കണ്ട, അത്രേ ഉള്ളൂ. സാറേ ഇതൊക്കെ ഓരോ വഞ്ചനയല്ലേ. ഇപ്പൊ ഷൈനെ കൊണ്ടുണ്ടാക്കണുണ്ട്. എന്തിനാ? അവള് സത്യമാണോ നേരാണോ അത് അവള് തെളിയിക്കണം. ഇപ്പൊ നോക്കുക, ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. അതായത് അതിന്റെ പിന്നിലും ഇവൻ ഈ കോൺഗ്രസിലുള്ളവരെ ഒതുക്കിയത് കൂടാതെ പറവൂർ ഇവരെങ്ങാനും സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതി കാലെ കൂട്ടി അവർക്കിട്ട് പണി കൊടുക്കുവാൻ ഇതിന്റെ പിന്നിലും ഈ കേക്കച്ചനാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? സതീശൻ തന്നെയാണ്, അല്ലാതെ ജിജോ ജോണൊന്നും അല്ല, അവനൊന്നും അല്ല. പാവം അവൻ എല്ലാത്തിലും സാറിനെ പോലെ എല്ലാത്തിലും നല്ല തൻ്റെതായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. അതിനുവേണ്ടി അവന്റെ ഫോട്ടോയും വെച്ച് ഇപ്പൊ എന്റെ ഫോട്ടോ വേണമെങ്കിൽ സാറിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വയ്ക്കാം. ഞാൻ തൊഴിലുറപ്പിൽ പോണ ഒരു സ്ത്രീയാ. അങ്ങനെ തൊഴിലുറപ്പിൽ ഫോട്ടോ എടുത്തപ്പം അവര് പറഞ്ഞു ആരുടെ മുഖമോ ആരുടെ ചായ വെച്ച് നമുക്ക് ഫോട്ടോ മറിക്കാന്ന് പറഞ്ഞു. ഇതൊക്കെ എന്റെ മനസ്സിലും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ എൻ്റെ വീട് 850 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. നികുതി കെട്ടണത് 600 രൂപയാണ്. എത്ര പാവങ്ങളെ പിഴിഞ്ഞ് പിണറായി ഇരുന്നുകൊണ്ട് പിണറായിയുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി അവൻ കോടികൾ എടുത്ത് അതിൽ സതീശനും പങ്കുള്ളതുകൊണ്ട് അതിനാ അവൻ ദുബായി പോയത്. ഈ പോയിട്ട് പണം അവിടുന്ന് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ കണ്ട പെണ്ണുങ്ങൾക്ക് ആറാടാൻ കൊടുക്കുക. ഈ റീനിക്കൊക്കെ എത്ര ലക്ഷങ്ങൾ സതീശൻ കൊടുത്തിട്ടുണ്ട്. അപ്പനാണ്. ഏതപ്പനാ? ഈ കാശ് കൊടുത്ത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. 10 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരും ഇതിന് തുനിഞ്ഞിറങ്ങും. ഇപ്പൊ അവരാരും പരാതിയും ഇല്ല.
അവർക്കാർക്കും പരാതിയില്ല, പന്മഞ്ചയ്ക്കും പരാതിയില്ല. ഇതൊക്കെ എന്ത് ലോകത്തിൽ എന്താണ്? ലോകം നശിപ്പിക്കുമെന്ന് തോന്നണം. കോൺഗ്രസ്സുകാരെ ഇല്ലാതെ ആകണം, അതാണ് സതീശന്റെ നിർബന്ധം. അവനെ ഇല്ലാതെ ആക്കണം, അതാണ് ഞാൻ പറയണത്. ചാണ്ടി ഉമ്മനും എല്ലാം കൂടി അവനെ ഇല്ലാതെ ആക്കണം. പറവൂരിലും അവന് ഇലക്ഷൻ കൊടുക്കരുത്. എൻ്റെ വീട് ചേർത്തലയാണ്. എന്തിനാ സാറേ ഇങ്ങനെ തുടങ്ങണത്? രാഹുലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളം നന്നായി രക്ഷപ്പെട്ടത്. രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് പയറ്റിന്, ഈ പിള്ളേർ ഇവിടെയും കിടന്ന് പയറ്റി, എങ്ങനെയെങ്കിലും ഒന്ന് കേരളം രക്ഷപ്പെടുത്തുന്ന എൻ്റെയൊക്കെ വിചാരം കേട്ടോ. ഏറ്റവും വലിയ ദോഷകരം എൻ്റെ സാറേ. എങ്ങനെയെങ്കിലും രാഹുലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് രാഹുലിനോട് പാലക്കാട് ആരും തല്ലിയതെന്നെ, കൊല്ലുമില്ലെന്നേ. ഇതൊക്കെ ഇവന്മാരുടെ പറച്ചിലല്ലേ. തൊട്ട് നോക്കുമ്പോ അപ്പുറം ഇപ്പുറം ഇല്ലേ, നമുക്കും ഇല്ലേ പാർട്ടിക്കാര്. പൊട്ടിക്കറം പൂശ. ഞാൻ അത്രേ പറയണുള്ളൂ സാറേ. അതുകൊണ്ട് വി ഡി സതീശനെ എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കുക, അത്രേ ഞാൻ പറയണുള്ളൂ. വി ഡി ചെന്നിത്തലി രണ്ടും ഇറങ്ങി പോട്ടെ, എന്നാലെങ്കിലും കേരളം നന്നാകട്ടെ. മുതലമടിയിൽ നിന്നാണ് സംസാരിക്കുന്നത്, നാരായണനാണ്. പറഞ്ഞു സാറേ, ഇയാള് ഏകദേശം അവിടെ വരാനും എടുക്കാനും ഉള്ള ഒരു നേരത്തെ ഒരു ചെറിയൊരു ന്യൂസിൽ ഇയാൾ പറഞ്ഞു ബോംബ് പെടിക്കുന്നു വിരൽ കൊണ്ട് നീട്ടിയിട്ട് കുറെ പാതി ഉള്ളിലേക്ക് സംസാരിച്ചു. ഇയാളാണ് ഈ ഇതിനെ ഇളക്കി വിട്ടത്. ഇയാള് മുന്നിക്കൂട്ടി കണ്ടുകൊണ്ട് ഇയാളെ കൊണ്ട് ഇളക്കാൻ പറഞ്ഞ ഇയാൾ ഇളക്കി വിട്ടിരിക്കുക. ആ ബോംബ് ബോംബ് പറയുകയും ചെയ്തല്ലോ പൊട്ടുന്ന്. അതേപോലെ ബോംബ് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇയാള് ആ ഭാഗത്ത് നിന്നാ ഒരു വോട്ട് പോലും കിട്ടൂല. കാരണം ഇങ്ങനെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാഹുലിനെ അവിടെ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് നമ്മുടെ ആൾക്കാര് നല്ല ഒത്തൊരുമയോട് കൂടി ഇരിക്കേണ്ടതാണ്. ഇവര് 3 പേര്, ചെന്നിത്തല, സതീശൻ, വേണുഗോപാൽ, ഇവര് 3 ആളും 3 തരത്തിൽ കുറച്ച് 3 ആൾക്കാരെയും വെച്ച് പിരിപ്പിക്കാനുള്ള വഴിയാണ്, കോൺഗ്രസിനെ പൊളിപ്പിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് ഇത് എന്തിനാണെങ്കിലും രാഹുൽ ഗാന്ധി ഇടപെട്ടാലേ ഇത് ശരിയാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നേ പറ്റൂ. അയാൾ ആകുന്നതും മന്ത്രിസഭയിലേക്ക് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം സാറേ. കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല, പക്ഷെ ഞാന് 80 വയസ്സായി. ഞാൻ വിടാതെ അതിൽ തന്നെ കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. ഇന്ദിരാഗാന്ധി പോകുന്നു. ഇത് ഈ പിണറായി തണ്ടി എന്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നതാണ്, അതുകൊണ്ടായിരിക്കും ക്ലിയർ ആകാത്തത്. ഒന്ന് ഇച്ചിരി ഒന്ന് മാറി നോക്കി നോക്കാം. ഇവന്റെ അമ്മയെ കൊണ്ടൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയോ? ഇപ്പൊ ശരിയായിട്ടുണ്ടോ? പറഞ്ഞു. അങ്ങനെ ഇയാളിനെ 3 പേരും കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ്. അതെന്നത് ആകുന്നതും അയാളുടെ സഭയിലേക്ക് എത്തിക്കണം. ചെറിയ ഈ ഇളം തലമുറകൾ വളർന്നു വരുമ്പോ ഇവര് 3 ആൾക്കും ഒരു സീറ്റും കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ട് അവരിനെ ഓരോരുത്തരെയും ഒതുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ളത് വെള്ളയായിട്ട് എല്ലാവർക്കും അറിഞ്ഞതാണ്. നിങ്ങളിപ്പോ ഈ ന്യൂസ് വിടുന്നത് കൊണ്ട് ലക്ഷാതിലക്ഷം ജനങ്ങൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിലെ ഇപ്പൊ ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ CPM സ്ഥാനാർത്ഥി സ്റ്റെയിൻ്റെയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരേ രാജ്യത്താണ്, അത് അവിടെ നിൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനെ തട്ടിക്കളയണം എന്നുള്ള ഏർപ്പാട്ടിലാണ് വേറെ ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് ഈ ഫോട്ടോകളും ഇതെല്ലാം നെറ്റുകളും കൂടെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇയാള് പറയാണ്ട് നടക്കില്ല ഏതൊരു കാര്യം. ഇയാളെ മുന്നിൽ നിർത്തി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ ജയിക്കുവോ? കോൺഗ്രസ് ജയിക്കുവോ? ഇനി എവിടെ ഇതൊക്കെ പോയില്ലേ? ഇതിപ്പോ ശരിയല്ലെങ്കിൽ ഇപ്പൊ ഇയാളുടെ പേരിൽ കേസ് തിരിയും. സതീശന്റെ പേരിൽ കേസ് തിരിഞ്ഞു കഴിഞ്ഞില്ലേ? സതീശനാണ് ഇതിന്റെ ആളെന്ന് ഇയാൾ എന്തിനു പറയാൻ പോയി? ബോംബ് പൊട്ടും, CPM കേരളം വെറും എന്ന് പറഞ്ഞു. അതേപോലെ CPM കമ്മ്യൂണിസ്റ്റിന്റെയും ഒക്കെ പെടുത്തി കഴിഞ്ഞില്ലേ ഷെയ്നെ? അപ്പൊ പിന്നെ ഇയാള് പറയാനും കാക്കിയിരിക്കാനും പനമ്പഴം വീഴാനും പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ സാറേ? ഇയാള് അങ്ങനെയാണത്. BJPന്റെ അടുത്ത് പോരാടാനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഇല്ലാതാക്കാനും വേണ്ടിയാണ് അവിടെ നിന്നാൽ ഞാൻ മാത്രം ജയിച്ചു വരണം എന്നുള്ള ഒരൊറ്റ എണ്ണക്കാരനായതുകൊണ്ടാണ് ഇത് അവരോട് ചെയ്യിപ്പിച്ചത്. അയാൾ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് ഏത് പോസ്റ്റുകളും ഞാനാണ് ഇടുന്നത്,
ആ പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് എന്നെ കൊണ്ട് പറഞ്ഞു, അതേപോലെ ഞാൻ ഇടുകയും ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്.